പ്രശാന്ത്, ആ ചോദ്യം എന്നോട് വേണ്ട. സ്വീകാര്യനായതുകൊണ്ടല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹത്തിന് വിജയസാധ്യത ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. എവിടെ? സർവേയിലല്ല, യഥാർത്ഥത്തിൽ ജനവികാരം അതാണ്. പ്രസിഡന്റിനേക്കാൾ സ്വീകാര്യനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? അദ്ദേഹം സ്വീകാര്യനായതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഞങ്ങളുടെ പാർട്ടി നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെയാണ്. ഓരോ മണ്ഡലത്തിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങൾ ശരിയായ പരിശോധന നടത്തിയിട്ടാണ്. നിങ്ങൾ വേറെ പല പേരുകളും പറഞ്ഞ് പ്രചരിപ്പിച്ചു, അത് നിങ്ങളുടെ മനോഭാവനയായിരുന്നു. ഞങ്ങൾ ശരിയായ പരിശോധന നടത്തിയിട്ട് അനിൽ ആൻ്റണിയാണ് ആ മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് കൃത്യമായിട്ട് പാർട്ടിക്ക് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാജീവ് ചന്ദ്രശേഖർജിയെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സജസ്റ്റ് ചെയ്തത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അത് വസ്തുതാപരമാണ്, ഞങ്ങളെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ ഒരു മൂന്നാം ശക്തിയാണെങ്കിലും ഞങ്ങൾക്കറിയാം അതിൻ്റെ പൾസ് എന്താണ്. അത് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ വയ്ക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ അംഗമല്ല, CPM-കാരിയാണ്. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം. ഞാൻ പറയണോ ഏത് നേതാവാണ് പറഞ്ഞതെന്ന്? പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തതുകൊണ്ടാണ്. ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം ആരാണെന്ന്. എന്നിട്ട് അത് BJP ആണെന്ന് എങ്ങനെ പറയുന്നത്? ഇല്ല, ഞാൻ പങ്കെടുത്തില്ല. 2019 സാർ, ഞാൻ 20-ലാണ് പ്രസിഡന്റ് ആവുന്നത്. എൻ്റെ കാലത്ത് അങ്ങനെ ഒരാളും BJP-യിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരാളില്ല. പിന്നെ എനിക്ക് അത്രേ പറയാൻ പറ്റും. ഇപ്പോൾ പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ. മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത്. ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കുമോ? എന്തിനാണ് പ്രശ്നം? അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം അവർ തന്നെ പറഞ്ഞല്ലേ. ഒന്നാന്തര സകാത്തിയ അത് മറച്ചു വയ്ക്കാൻ ഞങ്ങളെ തലയിലിടുകയാണ്. അന്ന് CK പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റായിരുന്നു. അതുകൊണ്ടിപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? അതൊന്നും കാര്യമില്ല. ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ CPM-ൽ പോയി സമീപിച്ചത്. CPM-ൻ്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റീൻ്റെ കത്തും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ അവർ വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഈ പോലീസുകാർ അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ, പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ CPM അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട. CPM-ൻ്റെ സ്വന്തം കുഞ്ഞാണ്, അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് മറുപടി 2019 BJP-യിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത്? CPM ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടല്ലേ കത്ത് കൊടുക്കുന്നത്? ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ. അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളറെന്ന്. രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത്. BJP-കാർ കൊടുക്കുമോ? എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്തും കിട്ടില്ല. CPM ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി കത്ത് കൊടുക്കുന്നത്, ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ചെയ്യുന്നത്, ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടി ഉന്നത നേതാവ്. പൊളിറ്റ് ബ്യൂറോ എത്തിയില്ലെന്ന് തോന്നുന്നു അല്ലേ സുവർണ?